ആ റെഡിയാണോന്ന് അറിയാൻ ഞാൻ വരികയായിരുന്നു. ഞാൻ ഇറങ്ങിയായിരുന്നു. എങ്കിൽ വരൂ, കാറിൽ പോയാൽ മതി. അതാണ് പതിവ്, അതാണ് അന്തസ്സും. അശോക്, എന്താ ഒന്നും മിണ്ടാത്തത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതിനാൽ. പക്ഷേ എനിക്ക് പറയാനുണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ. അശോകിനറിയാമോ, ഞാൻ അദ്ദേഹത്തിന്റെ വാക്കിനെ പോലും ധിക്കരിച്ചാണ് ഈ ജോലി അശോകിന് തന്നത്. അപ്പോ എന്റെ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും ഒരു വിലയില്ലെന്നാണോ? അതേ വിലയുള്ള സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു മാലയുടെ സഹോദരന്റേതും. എന്നിട്ടും മനസ്സിലായില്ല. എന്റെ കാഴ്ചപ്പാടിൽ അശോക് ഓഫീസിലെ ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കരുത്. പിന്നെ പഴയ വസന്തങ്ങളെ പരിപൂർണമായി മറക്കരുതെന്ന്. എങ്ങനെ? എനിക്കെന്റെ പഴയ അശോകിനെ വീണ്ടും വേണമെന്ന്, പഴയ ബന്ധങ്ങൾ കിട്ടണമെന്ന്. അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതെ, എങ്കിലും അതൊന്നുകൂടി ആലോചിക്കുന്നതിൽ തെറ്റില്ലെന്ന്. വിഷമമാണ്. ജീവിക്കാൻ പഠിക്ക് അശോക്. ഈ ജോലി, കൈനിറയെ ശമ്പളം, ആസ്വദിക്കാനുള്ള ജീവിതത്തെ അലങ്കോലപ്പെടുത്താതെ. എന്തൊക്കെ പറഞ്ഞാലും സുന്ദരമായ ഒരു അനുഭവമാണ് കേട്ടോ പ്രേമം. നിന്റെ കണ്ടുപിടുത്തം കൊള്ളാം എന്റെ പൊന്നു മോളെ. ഈ കണ്ടുപിടുത്തത്തിന്റെ ഒക്കെ പുറകിൽ പല കൈപ്പേറിയ കഥകളുമുണ്ട്. പൈങ്കിളി കഥകൾ വായിക്കാൻ സുഖമാണ്, അതിലെ കഥാപാത്രങ്ങളായി മാറാനും രസമാണ്. എങ്കിലും പച്ച പിടിച്ചു വരുന്ന പല പ്രേമങ്ങളിൽ പിച്ച വെച്ചെത്താറുള്ള ഒരു വില്ലനുണ്ട്. അതാരാ? അതാണ് സാക്ഷാൽ തന്തപ്പൊടി. ഏയ്, എല്ലാരും പോലെയല്ല എന്റെ അച്ഛൻ. എന്റെ ഇഷ്ടത്തിനെതിരായി ഒന്നും ചെയ്യാത്ത ഒരു പാവ അച്ഛൻ. പിന്നെ അതൊക്കെ പറച്ചില്ല. അവർക്കും വില്ലനാകാൻ കഴിയും. അതൊക്കെ സാഹചര്യങ്ങളുടെ പിൻബലം കൊണ്ടായിരിക്കും മാത്രം. അപ്പോ നമ്മുടെ ഈ ബന്ധത്തെ അച്ഛൻ എതിർക്കുന്നു? അച്ഛന്റെ സ്ഥാനം കാത്തു സൂക്ഷിക്കണ്ടേ? മോടെ പ്രേമത്തിൽ ഇടപെടണം, കുഴപ്പങ്ങൾ ഉണ്ടാക്കണം, സുഖജീവിതം കൊടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു അച്ഛൻ. ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. താൻ എന്തിനോട് പേടിക്കുന്നേ? ഞാൻ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ പ്രേമത്തിന് ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നു. നേരിടുക അതും ഒരു സുഖമാണ്. ഇനിയിപ്പൊ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് വിഭാഗവും ഉണ്ട്. അതെന്താ? അതായത് നീയും ഞാനും പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന്, ഈ ലോകത്തെയും മറന്ന് നമ്മുടെ മാത്രമായ ഒരു ലോകം കെട്ടിപ്പടുന്നു. ആ പ്രേമത്തിന്റെ നടുവിൽ ഒരു വില്ലനെത്തും. ഐ മീൻ യുവർ ഡാഡി. വേറെ വഴിയില്ല, നമ്മൾ എതിർക്കുന്നു. ഗത്യന്തരമില്ലാതെ നിന്റെ അച്ഛൻ സമ്മതിക്കുന്നു. പിന്നെ എല്ലാ ശുഭത്തി കലാശിക്കുന്നു. അങ്ങനെ മതി, അതാണ് എനിക്കിഷ്ടം. മറിച്ച് സംഭവിച്ചാൽ എനിക്ക് താങ്ങാനൊക്കില്ല. എന്റെ പൊന്ന് ഹേമേ, നീ കേറി അങ്ങ് ഇമോഷനായല്ലേ? ഒരു കാര്യം ചെയ്യും, തൽക്കാലം നമുക്ക് വിഷയം മാറ്റാം. വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹേമ എന്തിനാ എന്നെ പ്രേമിച്ചേ? അശോക് എന്തിനാ എന്നെ പ്രേമിച്ചേ? അത് പറയൂന്നേ. അതെ,
എനിക്ക് നിന്നെ അങ്ങ് വലിയ ഇഷ്ടമായി. മതി മതി, നമുക്ക് പോ. വരൂന്നേ. ഹേമേ, ഐ എം സോറി, വെരി വെരി സോറി. കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? ഇല്ല, കാത്തിരുന്നില്ല, മുഷിഞ്ഞില്ല. അല്ലേലും ഈ ആണുങ്ങൾ ഇങ്ങനെയാ, പറഞ്ഞ വ്യവസ്ഥയില്ല. ഒന്ന് ക്ഷമിക്കണ്ട മോളെ. ക്ഷമിക്കൂലേ? എത്ര നേരമായിരുന്നു പാവം? സമ്മതിച്ചു, ഞാൻ അല്പം താമസിച്ചു. അല്പോ? 1 മണിക്കൂർ കഴിഞ്ഞു. എടോ, ഈ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്, അറിയൂ? ആ, ഉണ്ടുണ്ട്, നല്ല സുഖ. ഇല്ലേ? ദേ, എന്റെ മുഖത്ത് നോക്കി സത്യം പറ, സുഖമല്ലേ? അതാ പറഞ്ഞത്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാത്തിരിക്കണം, മുഷിയണം. ഞാൻ വരുമ്പോ പരിഭവം പറയണം. ആ സമയത്ത് നിന്റെ മുഖഭാവം കാണാനും നിന്റെ പരിഭവം പറച്ച് കേൾക്കാനും എന്ത് രസാന്ന്. അതുകൊണ്ടായിരിക്കും മണിക്കൂറും താമസിച്ചത്. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ ഹേമയെ ഞാൻ അങ്ങനെ ദുഃഖിപ്പിക്കൂ? ഇല്ലെന്ന വിശ്വാസത്തിലാ ഞാനും. ആ വിശ്വാസം രക്ഷിക്കും. നിന്നെ ദുഃഖിപ്പിക്കരുതെന്നാണ് ഞാൻ കരുതുന്നത്. അതിനൊരു ജോലി, ആഡംബരരഹിതമായ ഒരു കല്യാണം, നമ്മൾ തമ്മിൽ അധികം ആവശ്യങ്ങൾ ഉന്നയിക്കാത്ത ഒരു ഭാര്യ, അത് നീ. ഒരു ഭാര്യയായി ഭർത്താവിന്റെ വരവും കാത്ത് വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളെ സ്വപ്നം കാണുകയാണ് ഞാൻ. അപ്പോ ഞാനെന്ത് സ്വപ്നം കാണണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കാത്തു നിൽക്കുന്നത് ഒരു കാമുകന് വേണ്ടി, ഇനി കാത്തു നിൽക്കാൻ പോകുന്നത് തന്റെ ഭർത്താവിന് വേണ്ടി. ആ വിശ്വാസത്തിൽ അളവില്ലാത്ത സ്വപ്നങ്ങൾ നെയ്യാനൊക്കും. അതെങ്ങനെയാ? അതെങ്ങനെയാ? ദാഹാദ്രമായ ഒരു പ്രണയമനസ്സിൽ സ്നേഹാദ്രമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ഇക്ലിയൂട്ടുന്ന പോലെയാ. അതിൽ തനിക്ക് പങ്കില്ല, തന്റെ മനസ്സിന് മാത്രമേ പങ്കുള്ളൂ. മനസ്സോ? അതിപ്പോ എന്റെ ഇല്ലല്ലോ. ഇല്ലേ? അയ്യോ, എവിടെ പോയി? നീ എടുത്തോ? കള്ളൻ, ഒന്നും അറിയാൻ മേലായിരിക്കും. എന്റെ മനസ്സേ ദേ ഇവിടെ വെച്ച് പൂട്ടിയിരിക്കുക. അതവിടെ തന്നെ ഉണ്ടായിരിക്കും, എങ്ങും പോവില്ല. തുറന്നു വിട്ടാ പോവില്ലേ? തുറന്നു വിട്ടാലല്ലേ. തുടർന്നുള്ള ദിനങ്ങളിൽ നിന്റെ മനസ്സും എന്റെ മനസ്സും ഒന്നിച്ചിരിക്കണം. എന്താ ആലോചന? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? പറയൂ, എന്താണ്? എവിടെയാണ് നിന്റെ അവസാനം? വിവാഹത്തിൽ. വിവാഹം എത്ര എളുപ്പമുള്ള വാക്ക്, പക്ഷേ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവം ഉണ്ടായിരിക്കും ഹേമ. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒന്ന് മാത്രം എനിക്കറിയാം, എനിക്ക് എന്റെ അശോകന് വേണം.